ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇതെൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. ഷോർട്സ് ഇട്ടിട്ടുണ്ട്, ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ട് എന്നല്ലാതെ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടില്ല. പക്ഷേ ഇന്ന് എന്തായാലും അങ്ങനെ ഒരു വീഡിയോ ഇടണം എന്നെനിക്ക് തോന്നി. കാരണമുണ്ട്. ഞാൻ വാഴ സിനിമ കണ്ടായിരുന്നു. അപ്പോൾ ഈ വാഴ സിനിമയും ഇപ്പോഴത്തെ എൻ്റെ ഒരു മൈൻഡ് സെറ്റും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. എനിക്ക് കുറേ കാര്യങ്ങൾ റിയലൈസ് ചെയ്യിപ്പിച്ച് തരുന്നുണ്ട്. അപ്പോൾ അത് അതെന്തായാലും അതെൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്യണം എന്ന് തോന്നിയത് കൊണ്ട് മാത്രം എടുക്കുന്ന ഒരു വീഡിയോ ആണ്. കുറച്ച് ദിവസം മുന്നേ അനുവിന്ദ് സാറ് എൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു. ഞാൻ സാറിൻ്റെ കോഴ്സ് ചെയ്തിട്ട് എനിക്ക് വന്ന മാറ്റങ്ങൾ, എനിക്കുണ്ടായ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, എൻ്റെ ലൈഫ് തന്നെ ചേഞ്ചാക്കി മാറ്റിയ മിറാക്കിളായിട്ടുള്ള കാര്യങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ. സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു കാര്യമാണ് നടന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു സോഷ്യൽ മീഡിയയിൽ രേണയുടെ എക്സ്പീരിയൻസ് പോസ്റ്റ് ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഒരു മടിയും കൂടാതെ പോസ്റ്റ് ചെയ്തോളൂ സാർ, ഞാൻ പറയാം എന്ന് പറഞ്ഞത്. വർഷങ്ങളായിട്ട് ഹീലിങ്ങിന് വേണ്ടിയിട്ട്, ഹോൾ ബോഡി ഹീലിംഗ്, മൈൻഡ് ഹീലിങ്ങിന് വേണ്ടിയിട്ട് വർഷങ്ങളായിട്ട് കഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അതിനുവേണ്ടി ചെയ്യാവുന്ന അത്രയും കോഴ്സസ്, യോഗാസ്, മെഡിറ്റേഷൻസ്, ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓരോ കോഴ്സ് കഴിയുമ്പോഴും പലതരത്തിലുള്ള മാറ്റങ്ങൾ എൻ്റെ ലൈഫിൽ വരുന്നുണ്ടായിരുന്നു. എങ്കിൽ പോലും കംപ്ലീറ്റ്ലി ഒരു ഹീലിംഗ് എന്ന് പറയുന്നത്, അതായത് നമ്മളൊരു നോർമൽ അവസ്ഥയിലെത്തണമല്ലോ, നോർമൽ അവസ്ഥയിൽ എത്തിയ ഒരു സമയം ഇതാണ് എന്ന് പറഞ്ഞാൽ ഈ ഒരു 2026 ഈ ഒരു മാർച്ച് മാസം ഞാൻ ഓക്കെ അല്ല എന്ന് ഞാൻ തിരിച്ചറിയാൻ തുടങ്ങിയത് എൻ്റെ +2 കാലഘട്ടം മുതലാണ്. ആ കാലഘട്ടം മുതൽ എനിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എന്താണ്, ഞാൻ ഓക്കെ ആവാൻ ഞാൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഞാൻ എന്നെ ഓക്കെ ആക്കി എടുക്കേണ്ടത്, എന്താണ് എൻ്റെ പ്രശ്നം എന്ന് ഞാൻ റിയലൈസ് ചെയ്യുക, അതിനു വേണ്ടി ഞാൻ എഫേർട്ട് എടുക്കുകയും ചെയ്തു തുടങ്ങിയ സമയമാണ് എൻ്റെ +2 കാലഘട്ടം. ആ ഒരു സമയം മുതൽ 2026 ഈ ഒരു നിമിഷം വരെയും അതിനു വേണ്ടി ഞാൻ അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട് എന്നെ ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പലതരത്തിലുള്ള കോഴ്സസ് ചെയ്തിട്ടുണ്ട്, പലതരത്തിലുള്ള മെഡിറ്റേഷൻ, യോഗ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്യുന്ന ഓരോ പ്രോസസ്സിൽ നിന്നും പല രീതിയിലുള്ള ഹീലിംഗ് എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. റീസെൻ്റ് ആയിട്ട് ഞാൻ ചെയ്തതാണ് അനുവിന്ദ് സാറിൻ്റെ അലൈൻമെൻറ്റ് മാസ്റ്ററി എന്ന് പറയുന്ന ഒരു കോഴ്സ്. അത് കഴിഞ്ഞപ്പോൾ ഇൻകംപ്ലീറ്റ് ആയി കിടന്നിരുന്ന എൻ്റെ കുറേ കാര്യങ്ങൾ അലൈൻ ആയിട്ടുണ്ട്. അതെനിക്ക് റിയലൈസ് ചെയ്യാൻ പറ്റി ഈ ഒരു വാഴ മൂവി കണ്ടപ്പോൾ. അതെങ്ങനെയാന്ന് വെച്ചാൽ, എൻ്റെ കൂടെ ഉള്ളവർക്ക്, എന്നെ കൂടുതൽ അറിയുന്നവർക്ക്, എനിക്കങ്ങനെ ഫ്രണ്ട്സൊന്നും അധികമില്ല. എനിക്ക് വളരെ കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ. അവർക്കറിയാം ഞാൻ അനുഭവിക്കുന്ന ഫ്രസ്ട്രേഷൻ എന്താണ് എന്നൊക്കെ. അതിൽ മെയിനായിട്ടുള്ളൊരു കാര്യമാണ് എൻ്റെ പാരൻസ്. അറ്റാച്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത അറ്റാച്ച്മെൻ്റാണ് എനിക്ക് എൻ്റെ ഫാമിലിയായിട്ട്. എൻ്റെ അമ്മയുടെ അടുത്താണെങ്കിലും അച്ഛൻ്റെ അടുത്താണെങ്കിലും ബ്രദറിൻ്റെ അടുത്താണെങ്കിലും ഒക്കെ അങ്ങേയറ്റം അറ്റാച്ച്ഡാണ് ഞാൻ. അങ്ങേയറ്റം അറ്റാച്ച്ഡാണെന്ന് പറഞ്ഞാൽ എനിക്ക് അറിയില്ല എന്നെപ്പോലെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഉണ്ടാവാം. എൻ്റെ അമ്മയുടെ ശബ്ദം എവിടെ നിന്ന് കേട്ടാലും, നോർമലി ഞാനും അമ്മയും വീട്ടിലുണ്ടെങ്കിൽ പോലും അമ്മയുടെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഞാൻ കരയും, ഭയങ്കരമായിട്ട് ഞാൻ കരയും. അമ്മയുടെ ശബ്ദം കേട്ടപ്പോൾ എനിക്ക് എന്തോ സങ്കടം വന്നു എന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മ വിചാരിച്ചിട്ടുണ്ട് എങ്ങനെ എൻ്റെ കുട്ടി ജീവിക്കുക, എങ്ങനെ അവൾ മുന്നോട്ട് പോവുക എന്ന് വിചാരിച്ചിട്ടുണ്ട്. അതുപോലെ അച്ഛൻ, അനിയൻ, ഇവരൊക്കെ ഓർത്ത് കരയും. ഞാൻ എപ്പോഴും കരയും. എന്തിനാ ഞാനിങ്ങനെ കരയണേ? അതിനൊരു ആൻസർ ഉണ്ടായിരുന്നില്ല. പ്രോബ്ലംസ് വേറെയും ഉണ്ട്, ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ടും ഒക്കെ ഉണ്ട്. ആ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റിൻ്റെ പേരിൽ ഇങ്ങനെ കരയേണ്ടി വരുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. ഇതും കൂടെ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. എനിക്ക് എന്താ അത് പറ്റാത്തേ? മനഃപൂർവ്വമാണോ എന്ന് എനിക്കറിയില്ല. എൻ്റെ അമ്മ നിർബന്ധപൂർവ്വം എന്നെ ചിറ്റൂർ കോളേജിൽ BA മ്യൂസിക് പഠിക്കാനായിട്ട് കൊണ്ടു ചേർത്തു. ഞാൻ അവിടെ എങ്ങനെ മൂവ് ഓൺ ചെയ്തു എന്ന് എനിക്കറിയില്ല. എൻ്റെ അമ്മയെ കാണാതെ, അമ്മയുടെ ശബ്ദം കേൾക്കാതെ. സ്കൂളിൽ വരാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അമ്മയെ എനിക്ക് കാണാൻ വേണ്ടി ഞാൻ പല കാരണങ്ങൾ പറഞ്ഞിട്ട് അമ്മയെ ഞാൻ സ്കൂളിലേക്ക് വിളിപ്പിക്കും, ടീച്ചേഴ്സിനെ കൊണ്ട്. എനിക്ക് വയ്യാതായിട്ട്, എനിക്ക് വയ്യ ടീച്ചർ, ഒട്ടും വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇരിക്കും. എന്നിട്ട് അമ്മ വരും. പിന്നെ 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 ആ ഒരു കാരണം റിയൽ ആയി തുടങ്ങി. ഞാൻ അമ്മയെ കാണാൻ വേണ്ടി, അല്ലെങ്കിൽ അമ്മ സ്കൂളിലേക്ക് വരാൻ വേണ്ടി വയ്യ എന്ന് പറഞ്ഞിരുന്ന ആ ഒരു സംഭവം അത് റിയൽ ആയി. പിന്നീട് ടെയിൽ ബോൺ ഇഞ്ചുറി വന്നു, സയാറ്റിക് നെർവ് ഡാമേജ് ആയി, അങ്ങനെയുള്ളൊരു സിറ്റുവേഷനായി എനിക്ക്. അപ്പോൾ പിന്നെ എപ്പോഴും എൻ്റെ അമ്മയ്ക്ക് എൻ്റെ അടുത്ത് വരേണ്ട അവസ്ഥ തന്നെ വന്നു. പിന്നെ ഞാൻ അവരോട് പോയിട്ട് വയ്യ എന്ന് പറയേണ്ട ഒരു അവസ്ഥ വരാതെ തന്നെ എനിക്ക് വയ്യായിക വരികയും എൻ്റെ അമ്മ ടീച്ചേഴ്സ് സ്കൂളിലേക്ക് വിളിക്കുകയും എൻ്റെ അമ്മ എന്നെ കൂട്ടിക്കൊണ്ടു പോകേണ്ട ഒരു അവസ്ഥ വരികയും ചെയ്തിട്ടുണ്ട്.
അത്രയും അറ്റാച്ച്ഡ് ആയിരുന്നു ഞാൻ എൻ്റെ അമ്മയടുത്ത്. എൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും അങ്ങനെ പാമ്പർ ചെയ്ത് ചോറ് അങ്ങ് വാരി വായിൽ വെച്ച് തരുന്ന ഒരു അമ്മയാണെന്ന്. അങ്ങനെയല്ല. കുഞ്ഞിലേ മുതൽ ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിപ്പിച്ച ഒരു അമ്മയാണ് എൻ്റെ. ഒറ്റയ്ക്ക് ജീവിക്കണം, ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെ പഠിപ്പിച്ച ഒരു അമ്മയാണ്. നമ്മൾ ലൈഫിൽ ഒറ്റയ്ക്കാണ്, നമുക്ക് ആരുമില്ല, ഒരച്ഛനെയോ ഒരമ്മയോ ആരും നമ്മൾ ആശ്രയിക്കരുത്, അങ്ങനെ ഓർമ്മ വെച്ച നാൾ മുതൽ എന്നെ അങ്ങനെ പഠിപ്പിക്കുന്ന ഒരാളാണ് എൻ്റെ അമ്മ. അത് കണ്ടിട്ട് കുറേ പേര് പറഞ്ഞിട്ടുണ്ടോ ആ കൊച്ചിനോട് ഇഷ്ടമല്ല, പക്ഷെ അതല്ല. എൻ്റെ അമ്മ എന്നെ ട്യൂൺ ചെയ്യിക്കുകയായിരുന്നു ഞാൻ സ്ട്രോങ് ആവാൻ വേണ്ടി, ഞാൻ സ്ട്രോങ് ആകാൻ. കാരണം അമ്മമാർക്ക് അറിയാൻ പറ്റുമെന്ന് തോന്നുന്നു, നമ്മൾ ഓവർ അറ്റാച്ച്ഡ് ആവുന്നുണ്ടെന്നും നമുക്ക് കുറച്ച് അറ്റാച്ച്മെൻറ്റ് കൂടുതലാണെന്നൊക്കെ അവർക്ക് അറിയാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം എൻ്റെ അമ്മ അങ്ങനെ ഒരു ട്രെയിനിങ് എനിക്ക് തന്നത്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ എവിടെ പോയാലും ഞാൻ ഒറ്റയ്ക്ക് നിൽക്കും, ഒറ്റയ്ക്ക് എൻ്റെ കാര്യങ്ങൾ ചെയ്യും. കാര്യമായിട്ടുള്ള കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് വന്നിട്ടുള്ള ഒരാളാണ്. ആ ഒരു സാഹചര്യത്തിലും എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാനും ഒറ്റയ്ക്ക് എൻ്റെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനും ഒറ്റയ്ക്ക് തന്നെ അതിന് വേണ്ടുന്ന ഡോക്ടേഴ്സിനെ കണ്ടുപിടിക്കാനും അതിനൊക്കെയുള്ളൊരു കപ്പാസിറ്റി വന്നത് എൻ്റെ അമ്മയുടെ ആ ഒരു ട്രെയിനിങ് തന്നെയാണ്. എൻ്റെ അമ്മ എന്നെ സ്ട്രോങ് ആക്കാൻ ഒരുപാട് ശ്രമിച്ചു എന്നുള്ളതാണ് സത്യം. ഇപ്പം ഞാനിങ്ങനെ എൻ്റെ അമ്മ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും ചെറിയ രീതിയിൽ ഞാൻ ഇമോഷണൽ ആവുന്നുണ്ട്. പക്ഷെ ഇതല്ല, എനിക്ക് അമ്മ എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ തൊണ്ട ഇടറിപ്പോവും. ആ കഴിഞ്ഞ് അമ്മ എന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ തൊണ്ട ഇടറിപ്പോവും. കണ്ണിന്നിങ്ങനെ മഴ പെയ്യണ പോലെയാണ് കണ്ണുനീര് വരിക. ആ ഒരു അവസ്ഥയിലാവാറുണ്ട് ഞാൻ. ചെറുതായിട്ട് പ്രശ്നമാവുന്നുണ്ട്, പക്ഷെ കാര്യമില്ല. മറ്റേത് ഇങ്ങനെയല്ല ഞാൻ കരയുക. ഇങ്ങനെ ഒരു കരച്ചിൽ എനിക്ക് വന്നു കഴിഞ്ഞാൽ വേറെ കുറച്ച് കാര്യങ്ങൾ എൻ്റെ ഹെൽത്തിന് സംഭവിക്കാറുണ്ട്. ഇപ്പം അതൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇങ്ങനെ ചെറുതായിട്ട് കണ്ണീര് പൊടിയുന്നു എന്നല്ലാതെ വേറെ അപകടങ്ങളിലേക്ക് എൻ്റെ ബോഡി അല്ലെങ്കിൽ എൻ്റെ മൈൻഡ് പോകുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ഹീലിംഗ് നടന്നിട്ടുള്ള സമയമാണ് ഇപ്പോൾ എൻ്റെ ലൈഫിൽ. ഇത്രയും കോഴ്സസ് ചെയ്തിട്ട് അതിലൂടെ എല്ലാം ഹീലിംഗ് സംഭവിച്ച് കുറച്ചുകൂടെ ഇൻകംപ്ലീറ്റ് ആവാതെ കിടന്നിരുന്ന സംഭവങ്ങൾ അലൈൻ ചെയ്ത് 100% ഒരു ഹീലിങ്ങിലേക്ക് വന്ന ഒരു സമയമാണ് ഇത്. ആ സമയത്ത് തന്നെ ഇങ്ങനൊരു മൂവി റിലീസാവുകയും ആ ഒരു സിനിമ കാണാൻ പോകണം എന്ന് തോന്നുകയും. മറ്റേത് ഞാൻ അങ്ങനെ സിനിമ കാണാൻ പോകണം എന്നൊന്നും തോന്നാറില്ല. കൂടെ ഉള്ളവർ എത്രയും നിർബന്ധിച്ചാൽ അവർക്ക് വേണ്ടി ശരി പോവാം എന്ന് വിചാരിക്കും. പക്ഷെ പോയി കഴിഞ്ഞാൽ തന്നെ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യാറുണ്ട് അതൊക്കെ. പക്ഷേ അതൊക്കെ കാണുമ്പോഴും അവരെ കൂടെ പോകുമ്പോഴും എന്താ പറയുക, ഒരു സിനിമ കാണുമ്പോഴും ആ സമയത്ത് ഞാൻ സിനിമ കാണുന്നു, എൻജോയ് ചെയ്യുന്നു എന്നല്ലാതെ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ സിനിമയിലെ കോമഡി അല്ലെങ്കിൽ ആ സിനിമയിലെ സീൻസ്, ഈവൻ ആ സിനിമയിലെ സോങ്സ് പോലും എനിക്ക് ഓർമ്മയുണ്ടാവില്ല. ആ ക്യാരക്ടേഴ്സിൻ്റെ പേര് പോലും എനിക്ക് ഓർമ്മയുണ്ടാവില്ല. അത് അവിടെ വെച്ച് കഴിഞ്ഞു. എൻ്റെ മൈൻഡിൽ വേറെ കുറേ കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ വാഴ മൂവി കാണാൻ പോകുന്ന സമയത്ത് ഞാൻ തന്നെയാണ് എനിക്ക് കാണാൻ പോകണം, എനിക്ക് ആ സിനിമ കാണണം എന്ന് പറഞ്ഞ് ഞാൻ തന്നെയാണ് ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാനും വരുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവരെ കൂടെ ഞാൻ അങ്ങ് പോവുകയാണ് ചെയ്തത്. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ്. എനിക്കതൊരു വലിയ സംഭവമായിട്ട് തന്നെയാണ് തോന്നണേ. കാരണം ഞാൻ അങ്ങോട്ട് കയറി ഞാൻ വരുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നും പറയുന്നൊരു സിറ്റുവേഷൻസ് ഇതുവരെയും വന്നിട്ടില്ല. അപ്പോൾ ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ ഓക്കെ പറഞ്ഞു. അങ്ങനെ അവരുടെ കൂടെ പോയി. കാണുന്ന സമയത്ത് എനിക്ക് പേടിയുണ്ട്. എനിക്കേ അറിയൂ എന്താണ് എൻ്റെ ഹെൽത്തിൻ്റെ അവസ്ഥ, എന്താണ് എൻ്റെ മൈൻഡിൻ്റെ അവസ്ഥ ഉണ്ടായിരുന്നത് എന്ന്. എങ്ങനെയായിരുന്നു എൻ്റെ മൈൻഡ്, എങ്ങനെയായിരുന്നു എൻ്റെ ഹെൽത്ത് ഉണ്ടായിരുന്നത് എന്ന്. പക്ഷേ നല്ല രീതിയിൽ തന്നെ ഇരുന്ന് ആസ്വദിച്ച് കാണാൻ പറ്റി. ഒരുപാട് ചിരിച്ചു. ഇമോഷണൽ സീൻസൊക്കെ വന്നു. നമ്മളായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, എല്ലാ മനുഷ്യരായിട്ടും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതിലുണ്ടായിരുന്നു. കുറേ പേര് സോഷ്യൽ മീഡിയയിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അവർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റി എന്നൊക്കെ. അതുപോലെ തന്നെ എനിക്കും റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ ഹീലിംഗ് നടക്കുന്നതിന് മുന്നെയാണ് ഞാൻ ഈ ഒരു സിനിമ കണ്ടിരുന്നത് എങ്കിൽ ഇന്ന് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ എനിക്ക് പറ്റില്ല. ഈ ബെഡിൽ നിന്ന് എനിക്ക് എണീക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ കയ്യിൽ നിന്ന് പോകുമായിരുന്നു. അങ്ങനെ എൻ്റെ ഹെൽത്തും പ്രശ്നത്തിലേക്ക് പോകും. അങ്ങനെ എൻ്റെ മൈൻഡും പ്രശ്നത്തിലേക്ക് പോകുമായിരുന്നു. അത് ശരിയാക്കാൻ ഒരുപാട് ആൾക്കാർ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ അനുവിന്ദ് സാറിനെ പോലെ തന്നെ ഈ ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സസ് പഠിപ്പിക്കുന്നവരാണെങ്കിൽ പോലും, ഡോക്ടേഴ്സ് ആണെങ്കിൽ പോലും, ഈ പറഞ്ഞ പോലെ യോഗ മെഡിറ്റേഷൻ ട്രെയിനേഴ്സ്, അങ്ങനെയുള്ളവരൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സും. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സൊന്നുമില്ല, വിരലിൽ എണ്ണാവുന്ന വളരെ കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ.
അവരും ഈ പറഞ്ഞ പോലെ വേറെ ഒന്നുമല്ല, അവർക്ക് എന്താണ് എനിക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്നറിയില്ലെങ്കിൽ പോലും ഞാനിരുന്ന് കരയുമ്പോൾ കരയല്ലേ രണ്യെ എന്ന് പറയാനെങ്കിലും അവർ കൂടെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ ഒരു സിനിമ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോഴും അവരെൻ്റെ അടുത്ത് പറഞ്ഞു, കുറേ വർഷങ്ങളായിട്ട് കരയണതല്ലേ, ഇനി ഈ സിനിമ കണ്ടിട്ടിരുന്ന് കരയണോ എന്ന് ചോദിച്ചിട്ടാണ് എന്നെ പറഞ്ഞു വിട്ടത്. അപ്പം ഞാൻ ഇല്ല, ഞാൻ ഓക്കെ ആയിട്ടുണ്ടല്ലോ, ഞാനൊന്ന് പോയി നോക്കട്ടെ, എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയി കാണുന്നത്. അതിൽ നമ്മളായിട്ട് കണക്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ വരുമ്പോൾ കരഞ്ഞിട്ടുണ്ട് ഞാൻ. പക്ഷേ യെസ്, അതങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി ചെറുതായിട്ട് കരഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഓക്കെ, ഇറ്റ്സ് ഫൈൻ, ആ ഒരു മൈൻഡ് സെറ്റിലേക്കും എത്തി. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ പലരും പലതരത്തിൽ ഫ്രസ്ട്രേറ്റഡ് ആണ് അല്ലേ. ഓരോ മനുഷ്യരും എന്താണ് അനുഭവിക്കുന്നതെന്ന് നമുക്ക് സ്വയം അറിയും എന്നല്ലാതെ വേറൊരാൾക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനോ വേറൊരാൾക്ക് അത് നമ്മൾ അനുഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് മനസ്സിലാക്കാനോ പറ്റിയെന്ന് വരില്ല. അഥവാ നമ്മളൊരാളടുത്ത് നമ്മുടെ വിഷമം പറഞ്ഞാൽ നമ്മളെ ഉപദേശിക്കാനും നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാനൊക്കെ അവർ ശ്രമിക്കും എങ്കിൽ പോലും അതൊന്നും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലൂടെ ആയിരിക്കില്ല നമ്മൾ കടന്നു പോകുന്നത്. എന്താണ് നമ്മൾ അനുഭവിക്കുന്നതെന്ന് നമ്മൾക്കല്ലാതെ മറ്റാർക്കും അത് മനസ്സിലാക്കാനും പറ്റില്ല. പിന്നെ അത്രയും നമ്മളോട് ക്ലോസ് ആയി നിൽക്കുന്ന, നമ്മുടെ ഏറ്റവും സെഡ് അറിയുന്ന ഒരാൾക്ക്, നമ്മുടെ ഏറ്റവും വലിയൊരു സുഹൃത്തിന്, അല്ലെങ്കിൽ നമ്മുടെ അമ്മയ്ക്ക്, അല്ലെങ്കിൽ ഒരു മെൻറ്ററിന് അങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ പറ്റും എന്നല്ലാതെ എന്താണ് നമ്മുടെ വിഷമം എന്ന് ചോദിക്കുന്ന നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ പറ്റിക്കൊള്ളണം എന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഓരോ മനുഷ്യരും എന്താണ് നമ്മുടെ പ്രശ്നമെന്നും എന്താണ് നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കണമെന്നും നമ്മൾ വ്യക്തമായിട്ട് ബോധപൂർവം നമ്മൾ നിരീക്ഷിക്കണം. നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും, അതിനെ നമുക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെങ്ങനെ മൂവ് ഓൺ ചെയ്യാം എന്നും എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഹീലിംഗ് നടത്തേണ്ടതെന്നും എന്താണ് നമ്മുടെ ബ്ലോക്സ് എന്നും എങ്ങനെയാണ് ലൈഫിലേക്ക് മുന്നോട്ടുള്ള ജീവിതം സുഖമായിട്ട് നമ്മൾ പോകണമെങ്കിൽ, നമുക്ക് നയിക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് നമ്മൾ തിരിച്ചറിവുള്ളവരായിരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ കുറേ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട്, നമ്മൾ കുറേ ടെൻഷൻ അടിച്ചിട്ട്, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചിട്ടൊന്നും നമുക്ക് കിട്ടാനില്ല. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കണം. അതെങ്ങനെ? നമ്മുടെ മനസ്സിൻ്റെ സമാധാനം നമ്മുടെ കൈകളിൽ ഭദ്രമാക്കി വെച്ചതിന് ശേഷം നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി എന്തും ചെയ്യാം. അതാണ് ഞാൻ അത്രയും ഫ്രസ്ട്രേറ്റഡ് ആണെങ്കിൽ പോലും എൻ്റെ കൂടെയുള്ളവർക്ക് വേണ്ടി എന്ന് ചിന്തിച്ച ഒരാളാണ് ഞാൻ. പക്ഷെ എനിക്ക് മനസ്സിലായി, അങ്ങനെ ചിന്തിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ എൻ്റെ സമാധാനം എൻ്റെ കൈകളിൽ ഭദ്രമാക്കി വെക്കണം എന്ന് എൻ്റെ അമ്മ എപ്പോഴും അത് പറയാറുണ്ട്. അത് എങ്ങനെ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരുന്നു എനിക്ക്. വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ് ഞാൻ ഓരോ ഹീലിംഗ് പ്രോസസ്സ്. ഇപ്പോഴാണ് 100% എത്തിയിട്ടുള്ളത്. ഇത്രയും വർഷം ഓരോ ഹീലിംഗ് സംഭവിക്കുമ്പോഴും ഓരോ കോഴ്സസ്, ഓരോ പ്രാക്ടീസസ്, ഓരോ മെഡിറ്റേഷൻ കോഴ്സസ്, ഓരോ ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സസ് ചെയ്യുമ്പോഴും ഓരോ തരത്തിലുള്ള ഹീലിംഗ് എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ടോട്ടലി ഒന്ന് അലൈൻ ആയിട്ടുണ്ട് എൻ്റെ ലൈഫ്. അങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആണെങ്കിൽ, നമ്മുടെ മൈൻഡ് ഓക്കെ അല്ല എന്നാണെങ്കിൽ, നമുക്ക് എവിടേക്കോ എന്തൊക്കെയോ ഒരു മിസ്സിങ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മൾ തന്നെ സ്വയം നമ്മളെ ഹീൽ ചെയ്യാനുള്ള കാര്യങ്ങൾ എന്താണോ അത് നമ്മൾ ചെയ്യുക. ഈ ഒരു മൂവി കണ്ടപ്പോഴും ഞാൻ മനസ്സിലാക്കണു, ഞാൻ ഒരുപാട് ഹീലായിട്ടുണ്ട്. അച്ഛൻ, അമ്മ, അനിയൻ അങ്ങനെ പറഞ്ഞിട്ടുള്ള കരച്ചിലും ഇല്ല. ഓക്കെയാണ്, ഹാപ്പിയാണ്. അപ്പം എല്ലാവർക്കും അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കാൻ സാധിക്കട്ടെ. ബൈ.